ഹായ് ഗായ്സ്, കാട്ടാളൻ ഫസ്റ്റ് ഹാഫിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ടോട്ടൽ വേസ്റ്റ്, പറയാതിരിക്കാൻ വയ്യ. ഇതിലെ സ്റ്റോറി ആയിക്കോട്ടെ, ഇതിലെ കാസ്റ്റ് ആയിക്കോട്ടെ, എല്ലാം വെറുതെയാണ്. ഇതിൽ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കഥാപാത്രങ്ങളും വെറുതെ കോമാളികളായിട്ട് ഈ സിനിമയിൽ വെക്കുകയാണ്. ആൻഡ് ഇതിലൊരു പാമ്പ് വേലായുധനൊക്കെ ഉണ്ട്. എന്തിനാണോ എന്തോ വെറുതെ ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആയിട്ടുള്ള മാസ് സീക്വൻസും ഫോഴ്സ്ഡ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും ആണ് ഇവർ ഇതിൽ കയറ്റുന്നത്. ആൻഡ് സ്റ്റോറിയൊക്കെ വളരെ ക്ലീഷേ. ഫസ്റ്റ് ഹാഫൊക്കെ നമുക്ക് റൺവേയും പുഷ്പയും നമ്മുടെ KGF ലെവൽ പരിപാടി ഇവർ ഒപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ഒത്തുപോകണില്ല. വളരെ 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 നമുക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു ഇമോഷൻ അറ്റാച്ച്ഡോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. ഫസ്റ്റ് ഹാഫാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഇതിലെ നായകൻ്റെ ഇൻട്രോ ഒക്കെ വളരെ വീക്കാണ്, വളരെ വളരെ വീക്കാണ്. ഇതിലെ പ്രൊഡ്യൂസറിന്റെ ഫസ്റ്റ് പടമായ മാർക്കോ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 1% പോലും ഈ സിനിമ എത്തൂല, 1% പോലും. ആൻഡ് സെക്കൻഡ് ഹാഫ് നമ്മളൊന്ന് ഓക്കെ പടം കുറച്ച് കയറുന്നു വിചാരിക്കും. അതും ഇതുപോലെ തന്നെ ഇഷ്ടം പോലെ ഫൈറ്റ് സീക്വൻസും ഈ രവി ഭാസ്കറിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും വെച്ചിട്ട് ഇവരൊരു മസാല പരിപാടി ഒപ്പിച്ചു വെച്ചാണ്. ഇവരിത് കുറെ കാര്യങ്ങൾ എനിക്ക് എടുത്ത് പറയണമെന്നുണ്ട്. ഇതിൽ ഇവരൊരു പരിപാടി ഒപ്പിക്കുന്നുണ്ട്, കുറെ റോഡ് ചേസ് സീക്വൻസ്, കുറെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ വെറുതെ എന്ന് പറയുന്നത് വെറുതെ. അതാണ് അവസ്ഥ. ഒരു കാര്യമില്ല. നമുക്ക് തന്നെ തോന്നുന്നു ഈശ്വരത്തൊന്ന് തീർന്നു കിട്ടിയ ആ ഒരു അവസ്ഥയിലാണ് പടം. വളരെ 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 ഇവർ ഈ പടത്തിന് വേണ്ടി കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്തിന് 3 പേരാണ് സിനിമയ്ക്ക് കഥ എഴുതിയത്. ഒരു കഥ എന്ന് പറയുന്ന പടത്തിനില്ല. സ്റ്റോറി വളരെ വീക്കാണ്. സ്റ്റോറി ഇല്ലെങ്കിൽ നമുക്ക് സിനിമ കണ്ടുത്തിരിക്കുന്നതിന് ഇത്ര മാസ് സീനുകളോ മാസ് BGMകളോ കേട്ടിട്ട് ഒരു സുഖം കിട്ടത്തില്ല. സ്റ്റോറി ഇല്ല, പടത്തിന് ഒരു കോറില്ല. അത് പോയാൽ പിന്നെ ഇവർ കഷ്ടപ്പെട്ട് ചെയ്യുന്നതൊക്കെ വേസ്റ്റ് ആണ്. ആൻഡ് ഇതിലെ എൻഡ് ക്രെഡിറ്റ് സീൻസിലൊക്കെ ക്യാമിയോസിനെ കൊണ്ടുവരുന്നുണ്ട്. എന്തിന്? നമുക്ക് ഈ സിനിമ കണ്ടിട്ടുമ്പോൾ തന്നെ ഓക്കെ പണ്ടാരം കണ്ടു തീർന്ന് ആ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് ഇവർ ഈ യൂണിവേഴ്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആർക്ക് കാണാൻ തോന്നും? എടാ, നമുക്ക് ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ അടിപൊളിയാണെങ്കിൽ നമുക്ക് ഇനി ബാക്കി യൂണിവേഴ്സ് മൂവീസ് കാണാൻ തോന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ LCU പരിപാടി കൈദി അടിപൊളി ആയതുകൊണ്ടാണ് വിക്രം അടിപൊളി ആയതുകൊണ്ട്, കൈദി അടിപൊളി ആയതുകൊണ്ടാണ് നമ്മൾ വിക്രം പിന്നെ നമ്മുടെ ലിയോ ഒക്കെ കാണാൻ കാത്തിരിക്കുന്നത്. ഫൗണ്ടേഷൻ അടിപൊളി അല്ലെങ്കിൽ പിന്നെ ഇവർ ഈ 5-6 യൂണിവേഴ്സ് ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ഇതിൽ ജഗദീഷ് ചേട്ടൻ്റെ റോള്, ജഗദീഷ് ചേട്ടൻ്റെ റോളിനെ കുറിച്ച് ഞാൻ സംസാരിക്കില്ല. പെപ്പേൻ്റെ റോള് മസിലും പിടിച്ചിരിക്കുകയാണ്. പുള്ളിയുടെ ഏറ്റവും വീക്ക് ക്യാരക്ടറായിട്ടാണ് എനിക്ക് സിനിമ ഫീൽ ആയത്. ഇതിൽ പല കാസ്റ്റുകൾ വെറുതെ കൊണ്ടുവച്ചാണ്. പല കാസ്റ്റുകൾ. ഐ മീൻ നമ്മൾ ഈ ട്രെയിലറിൽ കാണിച്ച എന്താണോ ആ ഒരു സീനിലെ ഒരു സ്ക്രീൻ പ്രസൻസ് പല ക്യാരക്ടേഴ്സിനുള്ളൂ. സിദ്ദിഖിന്റെ ക്യാരക്ടർ ആയാലും ഒരു കസാല ഇരിക്കുന്ന ഒരു സീൻ. ഇതിലെ വില്ലന്മാര് സുനിലൻ, പുള്ളിനെ ഈ പടത്തിൽ കൊണ്ടുവന്നിട്ട് അത്യാവശ്യം അവർ യൂസ് ചെയ്തിട്ടുണ്ട്. സുനിലിന്റെ ക്യാരക്ടർ അത്യാവശ്യം നല്ല കറക്റ്റ് വില്ലൻ ക്യാരക്ടറാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ബട്ട് ബാക്കി ഇതിലുള്ള ഒരു പാമ്പ് സുനിയൊക്കെ ഉണ്ട്. പാമ്പിനെയും പിടിച്ചൊരു പുള്ളിയുടെ കളി കളിക്കുന്നു. പുള്ളീനൊക്കെ ഇന്റർവെൽ പഞ്ചൊന്നും ഞാൻ പറയുന്നില്ല, അൺസഹിക്കബിൾ. ഞാൻ വിചാരിച്ച സെക്കൻഡ് ഹാഫെങ്കിലും കുറച്ച് പേര് എന്തെങ്കിലും കൊണ്ടുവരുന്നത്. നോ മാൻ, ഒരു പ്രതീക്ഷയും വെക്കണ്ട. ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫ് എങ്ങനെയൊക്കെ കണക്ക് തന്നെ. ആൻഡ് എൻഡ് ക്രെഡിറ്റ് സീൻസിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, നിങ്ങൾ പോയി കാണാം. നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ മാന്യമായിട്ട് കമന്റ് ഇടുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പ്ലീസ് ഡു ഫോളോ. ആൻഡ് നിങ്ങൾക്കും എനിക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കും. സോ പ്ലീസ് ഡു ഫോളോ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഫോളോ ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ.